സംഭാവനയും ഫണ്ടും ജപ്പാനിൽ വടിയെടുത്തു, ഇന്ത്യയിൽ നിശബ്ദത. രവീഷ് കുമാർ അവതരിപ്പിക്കുന്ന ഇലക്ടറൽ ബോണ്ടുകൾ ഭാഗം 13 എന്ന സീരീസിൽ നിന്നും. ഇലക്ടറൽ ബോണ്ട് കേസ് ജപ്പാനിൽ നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കമ്പനികളിൽ റെയ്ഡ് നടത്തിയാണോ ഭരിക്കുന്ന പാർട്ടി ബോണ്ടുകൾ വാങ്ങിയത് എന്ന ചോദ്യം ഇന്ത്യക്ക് പകരം ജപ്പാനിൽ ഉയർന്നുവന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇലക്ടറൽ ബോണ്ട് അഴിമതിയിൽ ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രിയും മൗനം പാലിക്കുന്ന രീതി, ആ നിശബ്ദത കേൾക്കാനുള്ള ഏക മാർഗം ജപ്പാനെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ്. ജാപ്പനീസ് ഗവൺമെന്റിൽ തിരഞ്ഞെടുപ്പ് സംഭാവനയുമായി ബന്ധപ്പെട്ട അഴിമതി വാർത്തകൾ വന്നപ്പോൾ അവിടെയുള്ള പ്രധാനമന്ത്രി 9 മന്ത്രിമാരെ രാജിവെപ്പിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാനിലെ പ്രധാനമന്ത്രിയിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? ശരി, ഈ ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന മാധ്യമ പരിപാടികളുടെ എണ്ണം നോക്കുമ്പോൾ ഇത് നടക്കില്ല എന്ന് തോന്നുന്നു. ഇലക്ഷൻ ബോണ്ട് കേസ്, ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള താരതമ്യം. ഈ വിവരണം ഇന്ത്യയിലെയും ജപ്പാനിലെയും ഇലക്ഷൻ ബോണ്ട് വിഷയത്തിലെ സാഹചര്യം താരതമ്യം ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഒരു കമ്പനി റെയ്ഡ് ചെയ്യപ്പെട്ടപ്പോൾ ഭരണകക്ഷിക്ക് വൻതുക സംഭാവന നൽകിയതായി കണ്ടെത്തി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയോട് ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ വിസമ്മതിച്ചു. പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. ജപ്പാനിൽ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡയുടെ പാർട്ടി ഒരു പരിപാടിയുടെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ ശരിയായി രേഖപ്പെടുത്തിയില്ല. 675 ദശലക്ഷം yen, 52 കോടി രൂപ അഴിമതി നടന്നതായാണ് ആരോപണം. പ്രവർത്തനങ്ങൾ. പ്രധാനമന്ത്രി കിഷിദ പാർലമെന്റിൽ ക്ഷമാപണം നടത്തി. 4 ക്യാബിനറ്റ് മന്ത്രിമാരും 5 ഡെപ്യൂട്ടി മന്ത്രിമാരും രാജിവെച്ചു. പാർട്ടിയിലെ 3 എംപിമാർക്കും നിരവധി നേതാക്കൾക്കുമെതിരെ അഴിമതി ആരോപണം തെളിഞ്ഞു. താരതമ്യം. ഇന്ത്യ. പ്രധാനമന്ത്രി മോദി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ബിജെപി വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നു. ജപ്പാൻ. പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. പാർട്ടി നേതാക്കൾ രാജിവെച്ചു. നിഗമനം. ജപ്പാനിൽ അഴിമതി കേസുകളിൽ ത്വരിത നടപടി സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുകയും ബിജെപി വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മറ്റ് പ്രശ്നങ്ങൾ. പ്രധാനമന്ത്രി മോദി വാർത്താ ചാനലുകളിൽ പ്രസംഗം നടത്തുന്നുണ്ടെങ്കിലും ഇലക്ഷൻ ബോണ്ട് വിഷയത്തിൽ ഒന്നും പറയുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലെവൽ പ്ലേ ഉറപ്പാക്കണം. സർക്കാർ ചാനലുകൾ പോലെ സ്വകാര്യ ചാനലുകളിലും പ്രതിപക്ഷത്തിന് സമയം നൽകണം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ചില വിവരങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകാം. ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ദയവായി അത് സന്ദർശിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകളെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കാൻ സജ്ജരാകൂ. നന്ദി.